ഹായ് ഹലോ, എൻ്റെ പേര് ഹാഷിം ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഡാഡ എന്ന തമിഴ് മൂവിയുടെ റിവ്യൂമായിട്ടാണ്. റിവ്യൂ ഒന്നും പറയുന്നില്ല. അതായത് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായ മൂവിയാണ്. ഈ മൂവി റിലീസ് ചെയ്ത വർഷം 10th ഫെബ്രുവരി 2023 മൂവി റിലീസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് മൂവി തിയേറ്ററിൽ ഈ മൂവി കാണാൻ പറ്റിയില്ല. ഞാൻ അതിനുശേഷം ആമസോൺ പ്രൈമിലാണ് ഈ മൂവി കണ്ടത്. 2023 തന്നെ മാർച്ച് മാസത്തിലാണ് മൂവി കണ്ടത്. എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. ഞാൻ ഫസ്റ്റ് എന്നെ കണ്ട സമയത്ത് തന്നെ എനിക്ക് മൂവി എൻ്റെ ഫേവറേറ്റായി പോയി. പിന്നെ ഒരുപാട് തവണ ഞാൻ ഈ മൂവി ഫോണിലായിട്ടും അതുപോലെ ടി വിയിലായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. മൈ ഫേവറേറ്റ് മൂവി അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ ഫോണിൽ ഇപ്പോഴും ഈ മൂവി ഉണ്ട്. ഇടയ്ക്ക് എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ മൂവി ഇരുന്ന് കാണും. ഒന്നും വിചാരിക്കേണ്ടത്, എനിക്ക് റൊമാൻറ്റിക് മൂവി ഒരുപാട് ഇഷ്ടമാണ്. എക്സ്പെഷ്യലി ഈ മൂവി ഡാഡ മൂവിയിൽ ഒരുപാട് നല്ല കുറച്ച് സീൻസ് ഉണ്ട്. എസ്പെഷ്യലി ഇമോഷണൽ സീൻസ് കെട്ടുപറ്റുന്നത്, അതുപോലെ റൊമാൻറ്റിക് സീൻസൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. ഈ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത് കെവിൻ, അപർണ ദാസ്, കെ ഹരീഷ്, ഫൗസി ഹിദായത്ത്, ഭാഗ്യരാജ്, ഐശ്വര്യ എന്നിവരാണ് ഈ മൂവിയിൽ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഈ മൂവിയുടെ ഡയറക്ടർ ഗണേഷ് കെ ബാബു ആണ്. പുള്ളിക്കാരൻ തന്നെയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. DOP ചെയ്തിരിക്കുന്നത് എയിൽ അരഷുവാണ്. എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് കതിരേഷ് അളകേഷനാണ് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. ജീൻ മാർട്ടിനാണ് ഇതിൻ്റെ മ്യൂസിക് ആൻഡ് ബീജിയം എടുത്ത് പറയേണ്ട മൂവിയുടെ ഒരു രക്ഷയില്ല. അതുപോലെ സിനിമാറ്റോഗ്രാഫി കിട്ടുമായിട്ടുണ്ട്. ആക്ച്വലി ഇവരെ അതായത് സിന്ധുവിൻ്റെയും റൊമാൻറ്റിക് സീൻസൊക്കെ മണി കേട്ടോ, റൊമാൻറ്റിക് സീൻസൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആ മൂവി ആമസോൺ പ്രൈമിൽ നിന്നാണ് മൂവി കണ്ടത്. ഞങ്ങളിത് ടി വിയിൽ കണ്ടിട്ടാണ് കണ്ടത്. എനിക്കിത് വേറെ ഒരു വൈബായിരുന്നു ആ മൂവി ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ. ആക്ച്വലി എൻ്റെ ഫസ്റ്റ് സീൻ മുതൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒരു പെർഫോമൻസ് എടുത്തു പറയേണ്ടത് അപർണ ദാസ് ചെയ്ത ക്യാരക്ടർ, സിന്ധുവിൻ്റെ ക്യാരക്ടർ. പുള്ളിക്കാരി മലയാളത്തിൽ വളരെ കുറഞ്ഞ സിനിമകൾ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ പുള്ളിക്കാരുടെ ഒരു നടിയുടെ കാലിബർ എന്താണെന്നുള്ളത് കറക്റ്റ് ഈ മൂവിയിൽ മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മൾ എല്ലാവർക്കും പറയാം, ഇപ്പോൾ മലയാളത്തിൽ ഒരുപാട് ഹീറോയിൻസ് ഇപ്പോൾ എടുത്തു പറയണ ഒരു 10 വർഷം ബാക്കോട്ട് പോകേണ്ടി വരും. അതിപ്പോൾ നയൻതാര ആയാലും അസീന ആയാലും അങ്ങനെ പല പല ആക്ടേഴ്സുണ്ട്. മലയാളത്തിൽ വന്ന് തമിഴിലേക്ക് പോയ ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ പല റോളും ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. അവരുടെ ഇഷ്ടം നായകന്മാരാണ്. പക്ഷേ അപർണദാസിനെ പറ്റി പറയുമ്പോൾ ഈ മൂവിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ചില ജാതി പെർഫോമൻസാണ്. അതിപ്പോൾ ഇമോഷണൽ സീനായാലും റൊമാൻറ്റിക് സീനായാലും ഒക്കെ നല്ലൊരു കൈയടക്കത്തോടെ ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ എന്താണെന്നുള്ളത് സിന്ധു എന്ന ക്യാരക്ടർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മണികണ്ഠൻ തന്നെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന കെവിൻ, പുള്ളിക്കാരൻ രക്ഷയിലായിരുന്നു. പുള്ളിക്കാരൻ കുറച്ച് സീൻസ് കാര്യങ്ങളൊക്കെ അടിപൊളി സീൻസ്, ആക്ച്വലി സെക്കൻഡ് ഹാഫിലൊക്കെ വരുന്ന സീൻസ് ഉണ്ട്. ഇപ്പോൾ സെൻറ്റി സീനായാലും പിന്നെ കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റഫിലൊക്കെ അതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവരുടെ കുട്ടിയുടെ വെച്ചൊരു പയ്യനുണ്ട്, മാസ്റ്റർ പേരുന്ന മാസ്റ്റർ ഇലൻ അർജുന. കിട്ടും നല്ല പെർഫോമൻസ് ആയിരുന്നു. കുട്ടിയുടെ ഇവരുടെ മകനായിട്ട് വരുന്ന ക്യാരക്ടർ നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല സോങ്സ് ഉണ്ട് ഇതിൻ്റെ തീം എന്ന് പറയുന്നത് 2 കാമിതാക്കൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നായിക പ്രഗ്നൻ്റ് ആവും. അതിനുശേഷം ഇവർക്ക് ഫാമിലി സപ്പോർട്ടൊന്നും ഇല്ലാതെ അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ്. അതിനിടയ്ക്ക് ഇവർ ചെറിയൊരു ഈഗോൻ്റെ ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ ഇവർ തമ്മിൽ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്, ചെറിയൊരു വായിക്കുണ്ടാവും. ആ വായിക്കുന്ന സമയത്ത് ഇവൾ പ്രഗ്നൻ്റ് ആയി കിടക്കുകയായിരിക്കും. ആ സമയം അപ്പോൾ ഇവൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇവിടെ ആരും ഹെൽപ്പ് ചെയ്യണ്ടാവില്ല. ആ സമയത്ത് ഇവളെ അച്ഛൻ വന്നിട്ട് ഇവിടെ കൊണ്ടുപോകും. അതിനുശേഷം പിന്നെ ഇവളെ അച്ഛൻ പറയും കുട്ടി ഇതിൽ ജനിച്ചപ്പോൾ മരിച്ചു തരും. അതിനുശേഷം ഇവനെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഉണ്ടാവും ആ കുട്ടി മാത്രം അവിടെ ഉണ്ടാവും, അവൾ പോയിട്ടുണ്ടാവും. അതിനുശേഷം പിന്നെ ഇവർ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതിലെ നായകമായിട്ട് അപർണദാസ് ഇവൻ്റെ ഓഫീസിൽ മെയിൻ ഹെഡായിട്ട് വരികയാണ്, വർക്ക് ചെയ്യുന്ന ഓഫീസിൽ. പിന്നെ അതിനുള്ള സീനും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അതിലേതും കിടക്കുന്നില്ല. നിങ്ങൾക്ക് മൂവി ഞാൻ പറഞ്ഞില്ല, ഈ മൂവി കാണാൻ ആഗ്രഹമുള്ള ആളുകൾ ആമസോൺ പ്രൈമിലുണ്ട്. ഈ മൂവി വേറെ ലാംഗ്വേജിലൊന്നുമില്ല, തമിഴ് തന്നെ ഉള്ളത്. ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്, നമ്മളൊരു സിനിമ അതിപ്പോൾ ഏത് ലാംഗ്വേജ് ആയാലും അത് നമ്മൾ ആ ഒറിജിനൽ ലാംഗ്വേജിൽ കാണുന്നതിൻ്റെ ഫീലൊന്ന് വേറെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഡബിങ് മൂവീസിനെ കുറിച്ച് കുറ്റം പറയല്ല. പക്ഷേ നല്ല ഡബിങ് ഒക്കെ ഉള്ള മൂവീസൊക്കെ ഉണ്ട്. പക്ഷേ ചില മൂവീസ് അതിപ്പം ചില സ്റ്റാറിൻ്റെ ആവണമെന്നില്ല. ഇപ്പോൾ വളരെ ചെറിയൊരു ഹീറോ ആയാലും ഇപ്പോൾ ഒരു നല്ല ഇഷ്ടംശ നായകനായാലും ആരായാലും നമ്മൾ ആ സെയിം ലാംഗ്വേജ് കാണുമ്പോൾ ഒരു പവർ കിട്ടണമെങ്കിൽ വേറെ ചില എക്സ്പ്രഷൻ അവരുടെ പെർഫോമൻസ് ഇപ്പോൾ ക്യാരക്ടർ ചെയ്ത് ഓരോ ക്യാരക്ടർ അവരെ ഇമോഷൻസ് സംഭവങ്ങളൊക്കെ വേറെ നിലയിൽ
ആ ഒറിജിനൽ ലാംഗ്വേജ് തന്നെ കാണണം. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കാണുന്നത്. ഞാൻ ചില മൂവീസ് മാത്രമാണ് ഞാൻ ഇതിൽ കാണാറുള്ളത്, അതായത് ഡബ് മൂവീസ് കാണാറുള്ളത്. അല്ലാത്തൊക്കെ ഞാൻ അധികം സെയിം ലാംഗ്വേജ് തന്നെ കാണാറ്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ട മൂവി എൻ്റെ ഇതിൽ ഓർമ്മയിൽ 2010 രാംചരൺ തേജ് അഭിനയിച്ച മഗധീര എന്ന മൂവി, എൻ്റെ തെലുങ്ക് വേർഷൻ. അത് പിന്നീട് 2011 മെയ് 25 28 തോന്നും മൂവി കേരളത്തിൽ റിലീസ് ചെയ്ത്. എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഞങ്ങൾ കാലിക്കറ്റ് കോർണേഷൻ തിയേറ്ററിൽ റിലീസ് ചെയ്തത്. പക്ഷേ ഞാനത് ഓൾറെഡി എൻ്റെ തെലുങ്ക് കണ്ട് ഒരു സെറ്റായിട്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഡയലോഗ്സും നമ്മളൊക്കെ ബൈഹാർട്ടെന്ന് പറയാം, നല്ല കൊല്ലായിരുന്നു പക്ഷേ ആ മൂവി. അതുപോലെ ഒരുപാട് മൂവീസ് ഉണ്ട് ആ സമയത്തുള്ള നല്ല നല്ല മൂവീസ് ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. തെലുങ്കായാലും തമിഴായാലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ലാംഗ്വേജ് തന്നെ കാണാറ്. ഇപ്പോൾ ഞാൻ അധികം മൂവീസ് കാണുന്നത് ഇപ്പോൾ ഒരു OTT-ലായാലും അതുപോലെ തിയേറ്ററിലായാലും ഒക്കെ കാണണമെങ്കിൽ ആ സെയിം ലാംഗ്വേജ് ഇതിലൊക്കെ കാണണം. ഇപ്പോൾ നമ്മളൊരു മലയാള സിനിമ കാണണമെങ്കിൽ ഞാൻ മലയാളത്തിലത് നമ്മളിത് തമിഴ് തെലുങ്കിൽ പോയി കാണില്ലല്ലോ. അതിൻ്റെ റിമേക്ക് ഇതുണ്ട്, ഡബ് വേർഷൻ ഉണ്ടായാലും. അതായത് ഇപ്പോൾ എല്ലാവർക്കും പറയാം, ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഒരു മൂവിയുടെ 10 ടൈപ്പ് സാധനങ്ങൾ അതിലുണ്ടാവും, ഓരോ ലാംഗ്വേജിലായിട്ടുണ്ടാവും. പക്ഷെ നമ്മളതിൻ്റെ മെയിൻ ലാംഗ്വേജ് നമ്മൾ കാണാം. അതുപോലെ തന്നെയാണിത്. ഇതിൽ പെർഫോമൻസൊക്കെ വരാൻ കെവിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, മണികണ്ഠൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, പുള്ളിയുടെ പെർഫോമൻസൊക്കെ ഒരു രക്ഷയില്ല കിട്ടില്ല. അതുപോലെ ഹരീഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, പുള്ളിയുടെ ഫ്രണ്ട് അഭിനയിച്ച ക്യാരക്ടർ, അവനും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇവർ തമ്മിലുള്ള കുറച്ച് കോമേഴ്സ് സീൻസൊക്കെ ഉണ്ട്, അത് അടിപൊളിയായിട്ടായിരുന്നു. ആ കുട്ടിയിൽ കളിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന സീൻസൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരുപാട് നല്ല ഇമോഷണൽ സീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ഇവിടെ അച്ഛനായിട്ട് അഭിനയിച്ച ഭാഗ്യരാജും ഐശ്വര്യം തമ്മിലുള്ള ഒരു 1-2 സീൻസ് വരും. അച്ഛനും മോളുടെ കുറച്ച് സീൻസൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മൂവിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് നല്ലൊരു റൊമാൻറ്റിക് മൂവി, നല്ല ഫീൽ ഗുഡ് മൂവി ഇഷ്ടമാണെങ്കിൽ ഈ മൂവി എന്തായാലും നിങ്ങൾ കണ്ടു നോക്കും, നല്ലൊരു എക്സ്പീരിയൻസ് ആവും. എസ്പെഷ്യലി എൻ്റെ ക്ലൈമാക്സ് ഒരു ലാസ്റ്റ് 15 മിനിറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എസ്പെഷ്യലി അപർണദാസ് എന്ന ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു. അവൾ നല്ലൊരു ഫീൽ ആയിട്ടാണ് സീൻസൊക്കെ. ആ സമയത്തുള്ള കുറച്ച് മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജീൻ മാർട്ടിൻ ചെയ്ത മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു കിഡുമായിട്ടുണ്ടായിരുന്നു. അതുപോലെ എഡിറ്റിങ് നൈസാണ്. അതുപോലെ കളർ ഗ്രേഡിങ് ആയാലും പിന്നെ അതുപോലെ ഷോർട്സ് ചെയ്ത് കിട്ടും ഇതായിരുന്നു. എക്സ്പെഷ്യലി ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോർ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മൂവിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ മൂവി ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. എന്തായാലും നിങ്ങളൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക ഈ മൂവി. കാണാത്തവരായാലും കണ്ടവരായാലും നിങ്ങളുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ മൂവിയുടെ കുറിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ്. കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.